ദക്ഷിണ കൈലാസത്തിൽ നിന്നും തിരിച്ചുള്ള ഇറക്കമാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ കളിക്കാവിളയിൽ ഉള്ള പന്നിയൂർ മലയടിമല മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്ന് ധർമ്മക്ഷേത്രയുടെ ഈ എപ്പിസോഡ്. മല കയറി ഭഗവാനെ കണ്ട് വണങ്ങി തിരിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. സത്യത്തിന്റെ മഹാദാനം ഓം നമ ശിവായ ഓം ദക്ഷമദം തീർത്ഥകിലേശൻ മുപ്പാരിലുമന്നരുളേ സത്യത്തിന്റെ മഹാദാനം ഓം നമ ശിവായ ഓം സാംബ സദാശിവമംഗളമേ ജഗദാധാരം നീ ഭഗവാൻ ജഗദീശ്വര ശിവശങ്കരനേ ഓം നമ ശിവായ ഓം സാംബ സദാശിവമംഗളമേ. കണ്ണും മനസ്സും നിറഞ്ഞ ഭക്തിയോടെ ഇനി തിരിച്ചിറങ്ങുകയാണ്. ഈ കൈലാസത്തിന് മുകളിൽ ഞാൻ കണ്ട അത്ഭുതമാണ് ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിൻ്റെ പേര് വർഗീസ് എന്നാണ്. വയസ്സ് 93 എന്ന് പറയുന്നു. മെലിഞ്ഞ ശരീരം, നീളം കൂടിയ കൈകൾ, പാറമേൽ നിവർന്ന് കിടന്ന് കൈകാൽ മുട്ടുകൾ മടക്കാതെ നിലത്തൂന്നാതെ തനിയെ സ്വയം എണീക്കും. പഴയ മലയാളം തമിഴ് സിനിമാ ഗാനങ്ങൾ മുഴുവൻ നല്ല വശമാണ്. സാമാന്യം നല്ല ഘനമുള്ള ഒരു ഊന്നുവടിയാണ് കയ്യിൽ കരുതിയിട്ടുള്ളത്. അത് നന്നായി ചുഴറ്റും. സംസാരത്തിൽ നല്ല സ്ഫുടത. സ്ഥിരമായി അമ്പലത്തിൽ വരും, ഇടയ്ക്കിടെ അമ്പലത്തിൽ വരുമെന്ന് പറയുന്നു. ഭഗവാൻ നേദ്യം കഴിഞ്ഞ് പ്രസാദം കഴിച്ചു മടക്കം. ഈ കൈലാസത്തിൻ്റെ താഴ്ഭാഗത്താണ് താമസമെന്നും പറയുന്നു. 93 വയസ്സിലും മല കയറി ഭഗവാനെ കാണാനെത്തുന്ന അദ്ദേഹത്തെ അടുത്തറിയാൻ എൻ്റെ ഒരു എളിയ ശ്രമം. നീ കുളിരും കൊണ്ട് കുലിഞ്ഞ് നടക്കുന്ന ഒരു മലയാളി പെണ്ണാണ് നീ. മയിലാടും കുന്നിൽ നീ പിറന്നു, പിന്നെ ഞാൻ മയിലാഞ്ചിക്കാറ്റിൽ വളർന്നു. നീ നാണം മാറാത്ത, നീ നഗരം കാണാത്ത ഒരു നാടൻ പെണ്ണാണ് നീ. പൊന്നരകൾ നീ ഞൊറിഞ്ഞൊടുത്ത് എന്നമ്മ നീ പോകാൻ ഒരുങ്ങുകയാണല്ലോ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളു കൂടണം, ഉൻ ശിവരാത്രി കാണണം ആലുവ. ഉൻ നാടാക തളിനീര് നൽകണം, ഉൻ നാടോടി പാട്ടുകൾ പാടണം. കടലിൽ നീ ചൊല്ലണം, ഉൻ കാമുകനെ കാണണം, ഉൻ കല്യാണം അറിയിച്ച് വേണം. നിരാവനായ കർത്താവി അനാഥ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കിയോ. തമിഴ് പാട്ട് അറിയാമോ? എന്ത് കൊള്ളാമോ? നല്ല പാട്ട്. തമിഴ് അറിയാമോ? തമിഴ് പാട്ട്, ഒരു തമിഴ് പാട്ട്. തമിഴോ? മുരുകൻ പാടിയ പാട്ട് പാടാം. രോഗാമലരേ രാജകുമാരി ആശൈ കിളിയേ അഴകിയ റാണി നീ എന്നരികിൽ വരലാമാ. വരുവരും ശരിതാനാ, ഉന്മയും മുറയിലാനാ. ഏതാലും രാജകുമാരൻ രാധാമലരേ കാതൽ തലവൻ உண்மையிதையென்றோ உலகின் முறையென்றோ. வானத்தின் மேலே பறந்தாலும் காக்கை கிளியாയി മാറാറ്. എത്ര വയസ്സുണ്ട് മാമന്? 93 ആവും. കൃത്യമായിട്ട് അറിയില്ല. കലാകാരൻ യേശുദാസിന്റെ കല്യാണത്തിന് 93 ആവും അല്ലേ? അപ്പോൾ ഇപ്പോഴും ഈ പടിക്കെട്ട് കയറി വരല്ലേ നടന്ന്? യേശുദാസിന്റെ കല്യാണത്തിന് ചോറിനുണ്ട്. അത് ശരി. കലാകാരൻ യേശുദാസൻ കല്യാണത്തിന് ചോറിനുണ്ട്. അവൻ്റെ വീട് പഞ്ചമുടാണ്. അവൻ്റെ തമ്മൻ്റെ വീട് പഞ്ചമുട്. വെള്ളമുള്ള പഞ്ചമുട്. അപ്പോഴേ ഞാൻ ചോറിന് കേട്ടോ. ഞാൻ വിറവിന് വയ്ക്കേണ്ടതാണ്. മഴയിൽ വിറവിന് എനിക്ക് വീട്ടിൽ അമ്മയ്ക്കും അപ്പനൊക്കെ അക്കാൻ വെച്ചാലുണ്ട്. അപ്പനും അമ്മയൊക്കെ അരിച്ചു കൊണ്ട് പൂറ്റിയതാണ് ദേശത്തിൻ്റെ കാലത്ത് കേട്ടോ. ഞാൻ പൊടിയിലെ കണ്ടു. അതെല്ലാം കേരളിൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നെ സിനിമക്കാരിൽ എടുത്തിട്ടുണ്ട്. ശിവാജി ഗണേശൻ്റെ ഞാൻ ചത്ത നേരിടും വലിയ കേരളിൽ കേട്ടോ. ഞാൻ അവിടെ കൂടി നിൽക്കും സിനിമയ്ക്ക്. ശിവാജി ഗണേശൻ്റെ ശിവാജി ഗണേശൻ്റെ ഒരു പിടിച്ചു വിട്ടായി. ജയൻ ഗണേശൻ അവർ ഞങ്ങളുടെ ഒറ്റ കൂട്ടായിട്ട് പോയി ചത്തയിലല്ല.
MGR, ശിവാജി ഗണേശൻ, യവനി ഗണേശൻ, MN നമ്പ്യാർ, സത്യൻ നാടാർ, പ്രേമനസീർ, ഇതൊക്കെ വരും. പ്രേമനസീറിൻ്റെ പാട്ടാണ്. കിളിവാതിൽ മുട്ടി പിടിച്ചോ, കിളിവാതിൽ മുട്ടി വിളിച്ചത് കിളിയോ കാറ്റോ, കിളിയല്ല കാറ്റല്ല കളിത്തോഴനാണ് ഞാൻ, കളിത്തോഴനാണ് ഞാൻ. നേരമിരട്ടിയ നേരത്തിപ്പോൾ നീ എവിടെ പോണു, കാത്തിരിക്കും കന്യകയെ കാണാൻ പോണു ഞാൻ. കന്യകയെ കണ്ടാൽ നീ എന്ത് ചെയ്യും? ഞാൻ കണ്ണ പൊട്ടും. ആ 93 വയസ്സിൽ ഇത്രയും പടിക്കെട്ട് കയറി ഇവിടെ വന്ന് നന്നായിട്ട് ജീവിതം അതിന് മനസമാധാനമുണ്ട്. ഒരു പെണ്ണ് കെട്ടിയതേ മക്കളെ. അത് ശരി. വെള്ളം തരാനാളില്ല. ഭഗവാന്റെ അടുത്താണ് ഇപ്പോൾ. നിന്നെ പോയിട്ടുള്ളവൻ തന്നാലേ ജീവിക്കാനും. അത് ശരി. വേറെ എവരൊന്നും തരില്ല അമ്മമാർ. ഇനി തിരിച്ചു ഇറങ്ങുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയുടെ ഒപ്പം ഭഗവാന്റെ തോഴനായി ഇവിടെ എത്തുന്ന വർഗീസ് എന്ന പ്രിയ മനുഷ്യൻ്റെ ഓർമ്മകളോടുകൂടി ജീവിതത്തിൽ വാർദ്ധക്യത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ അവസ്ഥയിൽ ഇത്തരം ഭഗവത് സങ്കേതങ്ങൾ മാത്രമാണ് നമുക്ക് ഏക ആശ്വാസം എന്ന തിരിച്ചറിവോടെ ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിൽ കളിയിക്കാവുള്ള ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർദിശയിൽ തിരിയുന്ന വഴിയിലൂടെ 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നാൽ മതി. വന്നിയൂർ മലയിലെ മലയടിമല മഹാദേവ ക്ഷേത്രം അഥവാ തെക്കൻ കൈലാസം. കുമാരകോവിൽ, കന്യാകുമാരി, തിരുച്ചെന്തൂർ പോകുന്നവർ ഈ കൈലാസത്തിൽ ഒന്ന് ദർശനം നടത്തി പോകാൻ മറക്കരുത്. വാർത്ത ഷെയർ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. EM ഹരീന്ദ്രൻ, ഫൈറ്റർ TV.